ദ ഡേ ഓഫ് ദ ജാക്കൽ ബ്രയാൻ കിർക്ക് സംവിധാനം ചെയ്ത് എഡി റെഡ്മെയ്ൻ, ലാഷ്ന ലിഞ്ച്, ഉർസുല കോർബറോ എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ ഇംഗ്ലീഷ് സ്പൈ ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. ദ ജാക്കൽ എന്ന സ്യൂഡോനെയിമുള്ള ഒരു പ്രൊഫഷണൽ കില്ലറുടെ കഥയാണിത്. പുള്ളിയെ എങ്ങനെയും പിടിക്കണം എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങുന്ന ബിയാങ്ക എന്ന ഇന്റലിജൻസ് ഓഫീസർ അവർക്ക് ജാക്കലിനെ പിടിക്കാൻ പറ്റിയോ എന്നുള്ളതാണ് ഈ സീരീസ് പറയുന്നത്. ഒറ്റ വാക്കിൽ ഒരു കിടിലൻ സാധനം. വാട്ട് എ സ്ക്രിപ്റ്റ്, ഐ മീൻ അപ്ഡേറ്റഡ് സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഇതൊരു നോവലിന്റെ അഡാപ്റ്റേഷൻ ആണ്. 1971 ഇതേ പേരിൽ വന്ന ക്ലാസിക് നോവലിന്റെ അഡാപ്റ്റേഷൻ ആണ്. 73 തന്നെ ഇത് ഇംഗ്ലീഷിൽ സിനിമയാക്കിയിരുന്നു. മലയാളത്തിലും ഇതിന്റെ ഒരു ഇൻസ്പയർഡ് അല്ലെങ്കിൽ ഒരു അഡാപ്റ്റേഷൻ വന്നിട്ടുണ്ട്. ആ പടമാണ് ഓഗസ്റ്റ് 1. അതിൽ ക്യാപ്റ്റൻ രാജുവിന്റെ ക്യാരക്ടർ ജാക്കലിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. സ്റ്റിൽ ഇത് ആധുനിക കാലത്ത് ചേരുന്ന വിധത്തിൽ സ്ക്രിപ്റ്റ് അപ്ഡേറ്റ് ചെയ്താണ് സീരീസ് ഒരുക്കിയിട്ടുള്ളത്. നല്ല നൈസ് ആയിട്ട് തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള, ഒപ്പം തീരുന്നത് വരെ എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു സീരീസ് ആണ്. ഇയാൾ ഒട്ടും അലിവില്ലാത്ത ഒരു കില്ലർ ആണെങ്കിൽ പോലും, അതുപോലെ കുറെ പാവങ്ങളെയൊക്കെ കൊല്ലുന്നുണ്ട് എങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് ജാക്കലിന്റെ ഒപ്പം നിന്നു പോകുന്നുണ്ട്. പുള്ളി അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. അതാണ് ആ സ്ക്രിപ്റ്റിന്റെ ഒരു മേന്മ എന്ന് പറയാം. 2 വട്ടം മികച്ച നടനുള്ള ഓസ്കാർ നേടിയിട്ടുള്ള എഡി റെഡ്മെയ്ൻ ആണ് ജാക്കൽ എന്ന പ്രൊഫഷണൽ കില്ലറെ അവതരിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പുള്ളിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട്, പുള്ളിയുടെ ആ ഒരു അഭിനയത്തോടുള്ള നമുക്ക് തോന്നുന്ന ആ ഒരു താല്പര്യം കൊണ്ടാണെന്ന് തോന്നുന്നു ആ ക്യാരക്ടറെ നമ്മൾ ഇത്രയും ഇഷ്ടപ്പെട്ടു പോകുന്നത്. അന്യ എന്ന് വെച്ചാൽ അന്യ പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് ബിയാങ്ക എന്ന അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ട് വന്ന ലാഷ്ന ലിഞ്ചും. ചിലയിടത്ത് പുള്ളിക്കാരുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നൂറിയായി വന്ന ഉർസുല കോർബറോ, സീനയായിട്ട് വന്ന എലൻവർ മൽസൂറ, വിൻസെന്റ് ആയിട്ട് വന്ന നിക് ബ്ലഡ് എന്നിവരും എന്റെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആണ്. ഇതിലൊരു UDC ഉണ്ട് കേട്ടോ. നമ്മുടെ മലയാളത്തിലെ കൽപ്പന ചേച്ചിയുടെ UDC അല്ല, ഒരു ബില്യണയർ ആയിട്ടുള്ള ഒരു ടെക്കി ബിസിനസ് മാൻ ആണ്. പിന്നെ മിക്ക ക്യാരക്ടേഴ്സും അത്ര പോസിറ്റീവ് ഒന്നുമല്ല, നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ആണ്. ആരും അത്ര നല്ലവരല്ല എന്ന് പറയാം. കുറവാണ് ഇതിൽ നല്ല ക്യാരക്ടേഴ്സ്. നായകൻ ചിലരോട് ചെയ്തത്, പ്രത്യേകിച്ച് റാസ്മസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനോട്, അതുപോലെ ബിയങ്ക ആണെങ്കിൽ അലിസൺ, എമ്മ എന്നീ ക്യാരക്ടേഴ്സിനോട് ചെയ്തൊക്കെ അതിലൊക്കെ എനിക്ക് നല്ല ദേഷ്യമുണ്ട്. ഇതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി അന്യായമാണ്. ഒരു ഹൈ ഒക്ടൈൻ ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ സിനിമ കണ്ട ഫീൽ തന്നെ ഈ സീരീസ് തരുന്നുണ്ട്. ഷൂട്ട് ഔട്ട് സീനുകൾ, അതുപോലെ ആക്ഷൻ സീൻസ്, ചേസിംഗ് സീനുകൾ ഒക്കെ അത്രയ്ക്ക് ടോപ്പ് നോച്ച് ക്വാളിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ക്യാമറ അതുപോലെ തന്നെ ഗംഭീരമാണ്, വിഷ്വൽസും ഗംഭീരമാണ്. ഒരുപാട് രാജ്യങ്ങൾ, ഓൾമോസ്റ്റ് യൂറോപ്പിലെ മിക്ക പ്രധാനപ്പെട്ട രാജ്യങ്ങളും സീരീസിന്റെ ലൊക്കേഷൻ ആവുന്നുണ്ട്. അപ്പം ക്യാമറ, എഡിറ്റിംഗ്, പ്രൊഡക്ഷൻ ഡിസൈൻ, BGM ഒക്കെ ഗംഭീരമാണ്. ആ ഓപ്പണിംഗ് തീം ഉൾപ്പെടെയുള്ള ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആണ്. പിന്നെ ഇതിന്റെ 2 എപ്പിസോഡ് ഇന്ത്യക്കാരി ആയിട്ടുള്ള മലയാളി റൂട്ട്സ് ഉള്ള അനു മേനോനാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. എനിക്കിതിൽ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തില്ല. പക്ക എന്റെ കപ്പ് ഓഫ് ടീ ആയിട്ടുള്ള ഒരു ത്രില്ലർ സീരീസ് ആയിരുന്നു. സത്യത്തിൽ ഇത് തീരല്ലേ എന്നൊരു ഫീലിലാണ് ഞാൻ കണ്ടു തീർത്തത്. 10 എപ്പിസോഡ് ഉണ്ട്. ഓരോ എപ്പിസോഡും 50 മിനിറ്റ് അടുത്തുണ്ട്. ലാസ്റ്റ് എപ്പിസോഡ് ഒരു മണിക്കൂർ സംതിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഒട്ടും മുഷിപ്പ് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഒറ്റയടിക്ക് ബിഞ്ച് വാച്ച് ചെയ്യുകയായിരുന്നു. നമ്മളിങ്ങനെ ഒരെണ്ണം കണ്ടു കഴിഞ്ഞ് പെട്ടെന്ന് അടുത്തതിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. സമയം പോകുന്ന അറിയുകയില്ല. ഇതിനൊരു സെക്കൻഡ് സീസൺ ഒക്കെ ഇപ്പോൾ റിന്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ 2 ഗോൾഡൻ ഗ്ലോബ് നോമിനേഷനും ലഭിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ജിയോ സിനിമയിലാണ് കാണാൻ കഴിയുന്നത്. മാസം 29 രൂപ മാത്രം കൊടുത്താൽ മതി ജിയോ സിനിമ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമല്ല കേട്ടോ, ഞാൻ പറയുന്നത് മാത്രം. ഇംഗ്ലീഷും ഹിന്ദിയും ഭാഷകളിൽ അവൈലബിൾ ആണ് സീരീസ്. ത്രില്ലർ ലവേഴ്സ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട, മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സീരീസ് ആണെന്ന് ഞാൻ പറയും. മസ്റ്റ് വാച്ച്. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.